കഴിഞ്ഞ തവണ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിരുന്നു പാലക്കാട് പറളി പഞ്ചായത്തിൽ. ഇത്തവണ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട വൻ പ്രചാരണത്തിന് NDA സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. CPM പതിറ്റാണ്ടുകൾ ഭരിച്ച പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് ഉൾപ്പെടെ ജനകീയ വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ചർച്ചയാവുന്നത്. സ്ഥാനാർത്ഥിയായി ഞാനും നമ്മുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥി സന്തോഷേട്ടൻ, അതുപോലെ ജില്ലാ സ്ഥാനാർത്ഥി ബിന്ദു രമേശ് അവർ മത്സരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം നമുക്ക് 9ാം വാർഡും പറളി പഞ്ചായത്തും തൂത്തുവാരിക്കൊണ്ട് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി വിജയത്തിലെത്തിക്കാൻ എല്ലാവരും സഹകരിക്കണം. അപ്പോൾ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണം. ഇപ്രാവശ്യം BJP പറളി പഞ്ചായത്ത് ഭരിക്കാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്ത് 3-ന് വോട്ട് ചെയ്ത് BJP സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കണം. താമരയിൽ തന്നെ വോട്ട് ചെയ്യണം. കഴിഞ്ഞ തവണ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ പാലക്കാട് പറളി പഞ്ചായത്തിൽ ഇത്തവണ ഭരണം പിടിക്കുക ലക്ഷ്യമിട്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്തേക്ക് NDA ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ പാർട്ടി നന്നായി വരട്ടെ, ആ കുട്ടി ജയിച്ച് നമ്മൾക്ക് മുന്നിലേക്ക് വരണം, അതാണ് നമ്മുടെ കരുത്ത്. പറളിയിലെ സ്ഥാനാർത്ഥികൾ അരയും തലയും മുറുക്കിയുള്ള പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ ചേരുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ഒരു ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്നു ഈ പഞ്ചായത്തിൽ. അപ്പോൾ ഇത്തവണ എന്താണ് BJPയുടെയും NDAയുടെയും പ്രതീക്ഷകൾ? കഴിഞ്ഞ തവണ പറളി ഗ്രാമപഞ്ചായത്തിൽ 8 BJP മെമ്പർമാരാണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഒറ്റ കക്ഷിയാണ്. CPMകാർ 7-ഉം അതുപോലെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി 1-ഉം I 1-ഉമായി എലിശ്ശേരി പരിഭവത്തിലാണ് അവർ ഭരിച്ചിരുന്നുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങൾ ഒറ്റ കക്ഷി എന്ന് പറയാൻ ഭാരതീയ ജനതാ പാർട്ടി BJP തന്നെ 8 ആളാണ് അവിടെ നമ്മൾ പ്രതികരിക്കാനുണ്ടായിരുന്നത്. അതിലൊട്ടനവധി നേട്ടങ്ങൾ ഞങ്ങൾക്ക് സാധിക്കുവാൻ, ജനങ്ങൾക്ക് വികസനം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം പറളി ഗ്രാമപഞ്ചായത്തിൽ 21 സീറ്റുകളാണ് ഉള്ളത്. ഈ സീറ്റുകളിൽ ഒറ്റക്കക്ഷിയായി നമ്മുടെ നിലവിലുള്ള 8 സീറ്റുകൾ നിലനിർത്തുകയും ബാക്കി C1 ഗ്രേഡിലുള്ള 6 സീറ്റും കൂടാതെ അതിൽ കൂടെ 3 സീറ്റും കൂട്ടി നമ്മൾ 17 സീറ്റ് പിടിച്ച് പറളി ഗ്രാമപഞ്ചായത്ത് ഭരിക്കുമെന്നാണ്, വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഭരിക്കുമെന്നാണ് എനിക്ക് ഈ വേളയിൽ പറയാനുള്ളത്. ഈ ആത്മവിശ്വാസം നിങ്ങൾക്കുള്ളത് ഈ പഞ്ചായത്തിൽ നിങ്ങൾ മെമ്പർമാരെന്ന നിലയിൽ ചെയ്തിട്ടുള്ള വികസനവും അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പോരായ്മകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ തന്നെയാണ്. സംശയമില്ല. അതിൽ നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ അവിടെ പറളിയിൽ തന്നെ ആരോഗ്യ മേഖല പാടെ തകർന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. എൻ്റെ ഓർമ്മയിൽ ഞങ്ങളുടെയൊക്കെ പ്രസവം വരെ നോക്കിയിരുന്ന ഒരു ഹോസ്പിറ്റലാണ് അത്. ഇന്നത് വളരെ ദയനീയ അവസ്ഥയിലാണ്. അതുകൊണ്ട് പറളി ഏരിയയിൽ ഇന്ന് നിറയെ പൊതുവായിട്ടുള്ള ഹോസ്പിറ്റലുകൾ വന്ന് നിറഞ്ഞു. ഇതാണിപ്പോൾ ആരോഗ്യ മേഖല പാടെ തകർത്തു എന്ന് വേണം പറയാൻ. പതിറ്റാണ്ടുകളായി CPM ഭരിക്കുന്ന പഞ്ചായത്തിൽ വികസന മുരടിപ്പ് തന്നെയാണ് BJP പ്രധാനമായിട്ടും ചർച്ചയാക്കുന്നത്. പറളി ഗ്രാമപഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ലാപ്സാക്കിയത്. ഏകദേശം 2 കോടിക്കടക്കം രൂപയുടെ അടുത്ത് ലാപ്സായി കളഞ്ഞിട്ടുണ്ട്. പിന്നെ തൊഴിലുറപ്പിൻ്റെ മെറ്റീരിയൽ ഫണ്ട് ഈ 5 വർഷവും 1 രൂപയുടെ മെറ്റീരിയൽ ഫണ്ട് പോലും പറളി ഗ്രാമപഞ്ചായത്ത് ചെയ്തിട്ടില്ല. പിന്നെ ഏറ്റവും വലിയ സ്പോർട്സിന് പേര് കേട്ട പറളി പഞ്ചായത്തിന് സ്വന്തമായൊരു കളിസ്ഥലം ഇതുവരെയും പറളി പഞ്ചായത്തിന് ചെയ്ത് നൽകാൻ കഴിഞ്ഞിട്ടില്ല. അത്തരം വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിൽ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതെ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് BJP അടുത്ത ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് BJP പറയുന്നത്. BJP ജയിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ NDA ജയിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു വികസന കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും
പഞ്ചായത്തിൽ മിക്ക പഞ്ചായത്തുകളിലും പഞ്ചായത്ത് നിൽക്കുന്ന കോമ്പൗണ്ട് അടക്കം സ്ഥല സൗകര്യങ്ങളില്ലാത്തതാണ് അവിടുത്തെ വികസനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ പറളിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെ ഷോപ്പിംഗ് കോംപ്ലക്സ് എല്ലാം ഉണ്ട്, നിറയെ സ്ഥലമുണ്ട് പഞ്ചായത്തിൽ. നല്ല ബിൽഡിങ്ങൊക്കെ കെട്ടിയ തനത് വരുമാനം കൂടുതലായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ പഴയ ബിൽഡിങ്ങാണ്, അത് കോടതിയും കേസുമായിട്ട് കുറേ വർഷങ്ങളായി കിടക്കുകയാണ്. ഇന്നും 900 രൂപ 1000 രൂപയാണ് പ്രധാനപ്പെട്ട സ്ഥലത്ത് ഉള്ള വാടക. ഒരു 10,000 രൂപ 15,000 രൂപ ഒരു റൂമിന് കിട്ടുന്ന അത്രയും ഇതാണ്. ആ ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ച് BJPക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെയൊക്കെ പൊളിച്ച് നല്ലൊരു വികസനം കാഴ്ചവെക്കണം, നാടിനെ നല്ലത് വരുത്തണം എന്ന് മാത്രമുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക്. വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇത്തവണ പറളിയിൽ BJPയുടെ മുന്നിലില്ല. വിജയിച്ചതിന് ശേഷം മികച്ച ഭരണം കാഴ്ചവെക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും സ്ഥാനാർത്ഥികൾ പ്രകടിപ്പിക്കുന്നുണ്ട്. സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.